മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് മകേര്യത്തിൻ്റെ പകുതിയും ലാസ്റ്റത്തെ പകുതിയും തിരുവാതിരയും പുണർദത്തിൻ്റെ മുക്കാൽ ഭാഗവും കൂടി നിൽക്കുന്ന ഒരു രാശിയാണ്. അപ്പോൾ ആ മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് ഈ നക്ഷത്രങ്ങൾക്കാർക്ക് 10ലേക്കാണ് ശനീശ്വരൻ. അപ്പോൾ വ്യാഴം നമ്മുടെ ലഗ്നത്തിൽ തന്നെയുണ്ട്, അവരുടെ കൂടെ ജന്മ വ്യാഴം. അപ്പം ജന്മവ്യാഴം എന്ന് പറഞ്ഞാൽ അത്രയും ഇങ്ങോട്ട് ശോഭന ഫലങ്ങളൊന്നും നമുക്ക് കിട്ടുന്നില്ല. അപ്പം ശനിയാണെങ്കിലോ 10ൽ പോവുകയും ചെയ്തു. അപ്പോൾ കർമ്മത്തിലാണ് ഇവിടെയും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം. ശനീശ്വരൻ കർമ്മത്തിലാണ് നിൽക്കുന്നത്, അതും വ്യാഴക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. പിന്നെ അവിടെ ജലരാശിയാണ്. ഇപ്പോൾ രോഗാവസ്ഥകൾ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. കാലിന്മ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാവും. അത് മുട്ട്, ഞരമ്പ് അങ്ങനെയുള്ള രോഗങ്ങൾ, നീര് വന്നിട്ട് ഇങ്ങനെ പൊട്ടൽ, അങ്ങനെ കുഞ്ഞു കുഞ്ഞു രോഗങ്ങളൊക്കെ ഉണ്ടാവാനായിട്ട് വളരെയധികം സാധ്യതയുണ്ട്. അപ്പോൾ വിഷ്ണുവിനെ നന്നായിട്ട് ഭജിക്കണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കർമ്മ മേഖലയും കൂടിയാണല്ലോ. അപ്പോൾ വിഷ്ണുവിനെ തന്നെ നന്നായിട്ട് ആരാധിക്കുക, ആ സപ്താഹങ്ങളൊക്കെ കേൾക്കാൻ പോവുക. മാക്സിമം നമ്മുടെ വീട്ടിൽ സഹസ്രനാമം ചൊല്ലുക. വിഷ്ണു സഹസ്രനാമം കറക്റ്റായിട്ട് ചെയ്തു പോയി തന്നെ നമുക്ക് നല്ല മാറ്റം വരും. അത് വ്യാഴാഴ്ച ദിവസങ്ങളിലാണ് നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുള്ളെങ്കിൽ അത് കറക്റ്റായിട്ട് വ്യാഴാഴ്ച ദിവസം ചൊല്ലുക. അല്ലെങ്കിൽ രാവിലെ എനിക്ക് പറ്റും എന്നുണ്ടെങ്കിൽ എന്നും രാവിലെ കറക്റ്റായിട്ട് ചൊല്ലുക. അപ്പോൾ എന്നും അത് അങ്ങനെ കൃത്യനിഷ്ഠമായിട്ട് പോകുമ്പോൾ ഭഗവാനും നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ നമുക്ക് ചെയ്തു തരും. നമ്മുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് ചെയ്യുന്ന പോലെ തന്നെ നമ്മളുടെ പ്രാർത്ഥനയും പൂജയും ഒക്കെ ഒരു കൃത്യാനുഷ്ഠാനം പോലെ ചെയ്താൽ ഒരു മാറ്റമാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഈ മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് ഇവിടെ 9ലേക്ക് നമുക്ക് രാഹു വന്നു. അപ്പോൾ ഈ രാഹു പിന്നെ 3ലാണെങ്കിൽ കേതുവാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ടെൻഷൻ ഉണ്ടാകുന്ന പല പ്രതിസന്ധികളും നമുക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പം ചില കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് നമ്മുടെ കയ്യിൽ കിട്ടാണ്ട് പോവും. നന്നായിട്ട് എക്സാം എഴുതിയിട്ടുണ്ടാവും, ചിലപ്പോൾ നമ്മൾ ജയിക്കാതെ വരും. അങ്ങനെയൊക്കെ ഭാഗ്യക്കേടുകളാണ് ഇവിടെ രാഹു ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക. വിഷ്ണു സഹസ്രനാമം ചൊല്ലുക, ഗണപതിക്ക് മുട്ടിറക്കി പ്രാർത്ഥിക്കുക, ഇതൊക്കെ ചെയ്യുക. പിന്നെ നമ്മുടെ കുടുംബക്ഷേത്രവുമായി നമുക്ക് നല്ലൊരു ബന്ധം ഉണ്ടാവുക. കുടുംബക്ഷേത്രത്തിലെ ദേവതകൾക്ക് പ്രാധാന്യമുണ്ട്. നമുക്ക് നമ്മുടെ കാരണന്മാരായിട്ട് കൊണ്ടുവന്ന് ആരാധിക്കുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് അവരെയും നന്നായിട്ട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയാൽ ഏറ്റവും നല്ല ഫലമാണ് നമുക്ക് കിട്ടുന്നത്.